നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭാസ്കർ കാർണവരെ കൊന്ന ഷെറിനെ പുറത്തിറക്കാൻ കളിച്ച ഇടതുമുന്നണിയിലെ പ്രമുഖരെയും കണ്ണൂരിലെ ഒരു CPM നേതാവിനെയും കുറിച്ചും കേന്ദ്ര സർക്കാർ രഹസ്യാന്വേഷണം തുടങ്ങി. 6 വർഷത്തിനിടെ 24 തവണയായി ഷെറിന് 444 ദിവസത്തെ പരോൾ ലഭിച്ചെന്ന വാർത്ത കൂടി കൂട്ടി വായിക്കുമ്പോൾ പിണറായി മന്ത്രിസഭയിലെ ഷെറിന്റെ പിടിപാട് മനസ്സിലാവും. ആഭ്യന്തര വകുപ്പിൽ അസാമാന്യമായ സ്വാധീനമുള്ള വ്യക്തിയാണ് ഷെറിന്റെ സൗഹൃദ വലയത്തിൽ ഉള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും അധികം പരോൾ ലഭിച്ച പ്രതിയാണ് ഷെറിൻ. ഇവർക്കൊപ്പം ശിക്ഷിക്കപ്പെട്ട 3 പേർക്കും ശിക്ഷാ ഇളവ് ലഭിച്ചിട്ടില്ല. ഗുരുതര രോഗങ്ങൾ അനുഭവിക്കുന്ന നിരവധി ആളുകൾ ജയിലിൽ 25 വർഷമായി തുടരുന്നുണ്ട്. ഇവർക്കാർക്കും കിട്ടാത്ത പരിഗണനയാണ് ഷെറിന് ലഭിച്ചത്. സെക്രട്ടേറിയറ്റിലെ ഫയൽ നീക്കത്തിൽ ഇടത് പ്രമുഖർ ഇടപെട്ടു എന്നാണ് റിപ്പോർട്ട്. അതിന്റെ വിശദാംശങ്ങളാണ് കേന്ദ്രം അന്വേഷിക്കുന്നത്. ഷെറിനെ തുറന്നുവിടാനുള്ള സർക്കാർ തീരുമാനത്തെ പ്രതിപക്ഷം ചോദ്യം ചെയ്തതായും ദുരൂഹമായി തുടരുകയാണ്. ശിക്ഷാ ഇളവ് നൽകാൻ മിന്നൽ വേഗത്തിൽ സർക്കാർ തീരുമാനിച്ച ഷെറിന് ജയിൽ മോചനം കിട്ടിയതും മിന്നൽ വേഗത്തിലാണ്. ശിക്ഷ ഇളവ് ചെയ്തുള്ള ഉത്തരവ് ബുധനാഴ്ച പള്ളിക്കുന്ന് വനിതാ ജയിലിൽ എത്തിയതിന് പിന്നാലെ വ്യാഴാഴ്ചയാണ് പരോളിലായിരുന്ന ഷെറിൻ ജയിലിലെത്തി മോചനം നേടിയത്. മാധ്യമങ്ങളെ ഒഴിവാക്കാനായി ഉച്ചയ്ക്ക് 3:30 അതീവ രഹസ്യമായാണ് കാറിൽ ജയിലിലെത്തിയത്. 17 മിനിറ്റ് ജയിലിൽ ചെലവഴിച്ച അവർ 3 ബോണ്ടുകൾ ഒപ്പിട്ട് വന്ന കാറിൽ തന്നെ മടങ്ങി. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വെച്ചതിനാൽ ഒപ്പിടാനുള്ള സമയം മാത്രമേ ജയിലിൽ ചെലവഴിക്കേണ്ടി വന്നിട്ടുള്ളൂവെന്നാണ് വിവരം. ശിക്ഷാ ഇളവ് നൽകിയ സർക്കാർ തീരുമാനം വിവാദമായതിനാൽ മോചനം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ ജയിൽ അധികൃതർക്കും കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു. ഷെറിൻ ഉൾപ്പെടെ 11 പേർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ ശുപാർശ ജൂലൈ 10-നാണ് ഗവർണർ അംഗീകരിച്ചത്. സർക്കാർ ശുപാർശ വിവാദമായ പശ്ചാത്തലത്തിലാണ് തടവുകാരുടെ വിശദാംശങ്ങൾ പ്രത്യേക ഫോമിൽ രാജ്ഭവൻ ആവശ്യപ്പെട്ടിരുന്നത്. ഈ ഫോം പൂരിപ്പിച്ച് സർക്കാർ വീണ്ടും ഫയൽ സമർപ്പിച്ചു. ഗവർണറുടെ തീരുമാനം വരുമ്പോൾ ഷെറിൻ പരോളിലായിരുന്നു. വിട്ടയക്കാൻ മന്ത്രിസഭ തീരുമാനിച്ച ശേഷം 24 വരെയാണ് പരോൾ അനുവദിച്ചത്. ഈ ഉത്തരവും രഹസ്യമായാണ് കൈകാര്യം ചെയ്തത്. സഹതടവുകാരിയായ നൈജീരിയൻ യുവതി കെനി സിംബോയു ജൂലിയെ മർദ്ദിച്ചതിന് മാർച്ചിൽ ഷെറിന്റെ പേരിൽ കേസെടുത്തിരുന്നു. 14 വർഷത്തെ ശിക്ഷാ കാലയളവിൽ 500 ദിവസത്തെ പരോളാണ് ഷെറിൻ കിട്ടിയത്. ഇതും ആക്ഷേപങ്ങൾക്കിടയാക്കിയെന്ന കാര്യത്തിൽ സംശയമില്ല. ജീവപര്യന്തം തടവിന്റെ ഏറ്റവും കുറഞ്ഞ കാലയളവായ 14 വർഷം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് സ്വതന്ത്രയാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. 20 വർഷത്തിലധികം തടവിൽ കഴിയുന്ന സ്ത്രീകൾ വിവിധ ജയിലുകളിൽ ഉള്ളപ്പോഴായിരുന്നു തീരുമാനം. CPM നേതാക്കൾ ഉൾപ്പെടെ ജയിലിൽ ഉപദേശക സമിതിക്ക് മുന്നിലെത്തിയ മറ്റ് 2 തടവുകാരുടെ അപേക്ഷ തള്ളിയായിരുന്നു ഷെറിനെ മോചിപ്പിക്കാനുള്ള ശുപാർശ. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഷെറിൻ ശിക്ഷാ ഇളവിനായി അപേക്ഷിച്ചത്. ജയിൽ ഉപദേശക സമിതി പെട്ടെന്നു തന്നെ തീരുമാനമെടുത്തത് ഡിസംബറിൽ ജയിൽ മേധാവിക്ക് ശുപാർശ നൽകി. 4 തവണ ജയിൽ മാറ്റിയ ഷെറിന് അനുകൂല റിപ്പോർട്ട് കിട്ടിയത് എങ്ങനെയെന്നതും ചർച്ചയായിരുന്നു. ഇളവുകൾക്കൊപ്പം വലിയ സൗകര്യങ്ങളും അവർക്ക് ജയിലിൽ കിട്ടിയിരുന്നു എന്നതായി സഹതടവുകാരിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം, അട്ടക്കുളങ്ങര, മാവേലിക്കര, വിയൂർ ജയിലുകളിൽ നിന്ന് മാറിയാണ് ഷെറിൻ കണ്ണൂരിലെത്തിയത്. ഭാസ്കർ കാർണവർ വധക്കേസിൽ 2010 ജൂൺ 11-നാണ് ഷെറിൻ ശിക്ഷിക്കപ്പെട്ടത്. ഭാസ്കർ കാർണവർ വധക്കേസ് പ്രതി ഷെറിൻ ജയിലിൽ അനുഭവിക്കുന്ന സുഖലോലുപതകളെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി സഹതടവുകാരി സുനിത രംഗത്ത് വന്നിരുന്നു. ഭീഷണിപ്പെടുത്താതെ തന്നെ ഷെറിന്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊടുക്കാൻ ജയിലിൽ ആളുകളുണ്ട്. ഷെറിൻ ആരോടും വഴക്കിടുന്ന സ്വഭാവക്കാരിയല്ല. അതിന്റെ ആവശ്യവും ഉണ്ടാവാറില്ല. എല്ലാവരോടും സ്നേഹത്തോടു കൂടിയാണ് പെരുമാറാറുള്ളത്. ഷെറിനെ ലോക്കപ്പ് ചെയ്യാറില്ല. ഉദ്യോഗസ്ഥരോടൊപ്പവും തയ്യൽ ക്ലാസ്സിലുമൊക്കെയായി ഓടി നടക്കുകയാണ് പതിവെന്ന് സുനിത പറയുന്നു. DIG പ്രദീപുമായി നിരന്തരം മൊബൈൽ ഫോണിൽ സംസാരിക്കും. പ്രദീപ് എല്ലാ ആഴ്ചയും വരും. വൈകിട്ട് 6 മണിയോടെ ജയിലിലെത്തും. മറ്റ് വനിതാ ജീവനക്കാരുമായി സംസാരിച്ചിരിക്കും. പിന്നാലെ 7 മണിയോട് എടുത്ത് ഷെറിനെ സെല്ലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. മണിക്കൂറുകൾ കഴിഞ്ഞാണ് തിരിച്ച് എത്തുന്നത്. പ്രദീപ് സാർ ഒരു പ്രശ്നമുണ്ടാക്കില്ല. പതിവായി ഫോണിൽ സംസാരിക്കാറുണ്ട്. നല്ല ബന്ധത്തിലാണ് എന്നൊക്കെയാണ് ഷെറിൻ പറഞ്ഞിട്ടുള്ളത്. 3 നേരവും പുറത്തുനിന്നുള്ള ഭക്ഷണം, സ്വന്തമായി മൊബൈൽ ഫോൺ, 10-10,000 രൂപയുടെ മേക്കപ്പ് സാധനങ്ങൾ, വീട്ടിൽ നിന്നും കൊണ്ടുവന്ന വസ്ത്രങ്ങൾ, ബെഡ്ഷീറ്റുകൾ, ഓഫീസിൽ നിന്നും സെല്ലിൽ ഇറങ്ങാനും സെല്ലിൽ നിന്നും ഓഫീസിലേക്ക് പോകാനും ഒക്കെ തന്നെ കുട. അങ്ങനെ പുറത്തെങ്ങനെയായിരുന്നോ അതേ ജീവിതം തന്നെയാണ് അകത്തും ഷെറിൻ കഴിഞ്ഞുകൂടിയത്. പക്ഷേ ഈ ഒരു സുഖലോലുപത ഈ ജന്മത്തിൽ ആർക്കും കിട്ടിയിട്ടുണ്ടാകില്ല എന്നാണ് പലരും പറയുന്നത്. പുറത്തുനിന്നും കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കാൻ ഷെറിൻ ക്ഷണിച്ചിരുന്നു. പക്ഷെ താൻ പോയിട്ടില്ലെന്നും സുനിത പറയുന്നു. ഷെറിന്റെ സഹതടവുകാരി രമ്യയെ കൊണ്ടാണ് ഡ്രസ്സ് നിർബന്ധിച്ച് കഴിക്കാറുള്ളതെന്നും സുനിത വെളിപ്പെടുത്തി. സുനിത വിയൂർ ജയിലിൽ നിന്നും നിരാഹാരം കിടന്നു വന്ന വ്യക്തിയാണെന്നും വലിയ സൗഹൃദത്തിനൊന്നും പോകേണ്ട എന്നുമായിരുന്നു ഷെറിന് ലഭിച്ച ഉപദേശം. ഷെറിന്റെ സഹതടവുകാരി രമ്യയെ കൊണ്ടാണ് ഡ്രസ്സ് നിർബന്ധിച്ച് കഴിക്കാറുള്ളത് എന്നിരിക്കെ പരാതിപ്പെട്ടപ്പോൾ എന്തിനാണ് തന്നെ ഉപദ്രവിക്കുന്നത്
എന്നും ജയിലിൽ നിന്നിറങ്ങാൻ സഹായിക്കാമെന്നും ഷെറിൻ വാഗ്ദാനം ചെയ്തു. ജയിൽ സൂപ്രണ്ടൊക്കെ ഒരു ചെറിയ കുട്ടിയെ കൊഞ്ചിക്കുന്ന പോലെയാണ് ഷെറിനോട് സംസാരിക്കാറുള്ളത്. ഷെറിൻ പ്രദീപ് സാർ ബന്ധത്തെക്കുറിച്ചുള്ള പരാതി കൊടുത്തപ്പോൾ സൂപ്രണ്ട് പൊട്ടിച്ചിരിക്കുകയായിരുന്നുവെന്നും സുനിത പറയുന്നു. പരാതി കൊടുക്കുന്ന സമയം ഷെറിൻ പരോളിൽ പോയിരുന്നു. തിരിച്ചു വന്നത് 2500 രൂപ വിലമതിക്കുന്ന പേനയുമായാണ്. പേന തനിക്ക് തന്നു. തനിക്കെതിരെ പരാതി എഴുതാൻ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞാണ് പേന കൈമാറിയത്. സെല്ലിൽ കാലുമുട്ടിനേക്കാൾ ഉയരമുള്ള വലിയൊരു ബക്കറ്റ് നിറയെ ഷെറിന്റെ സാധനങ്ങളാണ്. ചിക്കൻ ബിരിയാണിയും മസാല ദോശയും ഉൾപ്പെടെയാണ് പുറത്തുനിന്നും കൊണ്ടുവരുന്നത്. മാഡം, എനിക്ക് മസാല ദോശ കഴിക്കാൻ തോന്നുന്നു എന്ന് പറയുമ്പോഴൊക്കെ ഓർഡർ ചെയ്ത് കൊണ്ടുവരും. 2015-ലാണ് 4 മാസക്കാലം സുനിത അട്ടക്കുളങ്ങരയിൽ ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത സെല്ലിൽ കണ്ട കാഴ്ചകളാണ് സുനിത വെളിപ്പെടുത്തിയത്. ഷെറിന്റെ തൊട്ടടുത്ത സെല്ലിലായിരുന്നു സുനിതയും ഉണ്ടായിരുന്നത്. കേരള പോലീസിന്റെ ക്രൈം സ്റ്റോറികളിൽ എന്നും ഓർത്തുവെക്കുന്ന ഒന്നാണ് ഭാസ്കര കാർണവർ വധക്കേസ്. 2009 നവംബർ 7-ന് നടന്ന കൊലപാതകത്തിൽ 1-ാം പ്രതിയായ ഷെറിനെ മോചിപ്പിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതോടുകൂടി ആ കേസും നാൾ വഴികളും വീണ്ടും ചർച്ചയാവുകയായിരുന്നു. മോഷണത്തെ തുടർന്നുണ്ടായ കൊലപാതകമാണ് എന്ന് ആദ്യം കരുതിയെങ്കിലും പോലീസ് മികവിൽ അന്വേഷണം കൃത്യമായി തന്നെ പ്രതികളിലേക്ക് എത്തി. ഭാസ്കര കാർണവർ വധവും പ്രതികളിലേക്ക് പോലീസ് എത്തിയതും എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം. മോഷണവും പിന്നീടുണ്ടായ കൊലപാതകവുമാണെന്നാണ് പോലീസ് ആദ്യം കരുതിയത്. എന്നാൽ മരണാനന്തരം ചടങ്ങിന് ശേഷം പോലീസ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചതോടുകൂടിയാണ് അന്വേഷണം യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയത്. അന്നത്തെ ചോദ്യം ചെയ്യലിൽ മരുമകളായ ഷെറിൻ തന്നെയാണ് വീടിന്റെ മുകളിലത്തെ നിലയിൽ ഒരു സ്ലൈഡിംഗ് വിൻഡോ ഉണ്ടെന്ന്, അതുവഴി ഒരാൾക്ക് 2-ാം നിലയിലേക്ക് പ്രവേശിക്കാമെന്നും പറഞ്ഞത്. എന്നാൽ ഒരു ഏണിയില്ലാതെ അതിന് മുകളിൽ കയറി നിൽക്കാനാവില്ല എന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ മതിലിനോട് ചേർന്ന് ഒരു ഏണി കണ്ടെത്തി. എന്നാൽ അതിൽ മുഴുവൻ പൊടി പിടിച്ചിരുന്നതിനാൽ തന്നെ ഈ അടുത്തൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. വീട്ടിൽ ഭാസ്കര കാർണവരും അരുമകളായ 2 നായ്ക്കളെ വളർത്തിയിരുന്നു. അന്ന് രാത്രി അവർ കുരച്ചില്ല. അതുകൊണ്ട് തന്നെ മോഷ്ടാക്കളാണ് കൃത്യം നടത്തിയത് എങ്കിൽ അവർക്ക് വീട്ടിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. സംശയം തോന്നിയ പോലീസ് ഷെറിന്റെ ഫോൺ കോൾ പരിശോധിച്ചിരുന്നു. അന്ന് രാത്രി ഒരു നമ്പറിലേക്ക് 55 കോളുകൾ പോയതായി കണ്ടെത്തി. ഇപ്പോൾ കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ബാസിത് അലിയുടെ നമ്പറിലായിരുന്നു അത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ കാർണവരുടെ കിടപ്പുമുറിയിലെ അലമാരയുടെ പിടിയിൽ കാണപ്പെട്ട വലതു തള്ളവിരലിന്റെ പാട് ബാസിത്ത് അലിയുടേതാണ് എന്ന് കണ്ടെത്തി. കാർണവരെ വധിച്ചതിന് ശേഷം ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ച ബാസിത്ത് ഷെറിന് നൽകിയ വെള്ളി മോതിരവും വീട്ടിൽ നിന്ന് കണ്ടെത്തി. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ തൊണ്ടി മുതലെല്ലാം മറുനാട്ടിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞുവെന്ന് പോലീസ് പറയുന്നു. പ്രതികൾ ഇവർ തന്നെയാണ് എന്ന് തെളിവ് ലഭിച്ചതോടുകൂടി 89-ാം ദിവസം അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. ശാരീരികമായ വെല്ലുവിളി നേരിടുന്ന ഇളയ മകൻ ബിനോ പീറ്റർ കാർണവറിന്റെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയായിരുന്നു നിർധന കുടുംബത്തിൽ നിന്നുള്ള ഷെറിനെ മരുമകളായി വീട്ടിലേക്ക് എത്തിച്ചത്. ഇതിനുവേണ്ടി ഷെറിന്റെ ബാധ്യതകളെല്ലാം തീർത്തു കൊടുത്തിരുന്നു. വിവാഹം കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്ന് ഷെറിന് ഉറപ്പ് നൽകിയിരുന്നു. 1 വർഷത്തിനുള്ളിൽ ഇരുവരും അമേരിക്കയിലെത്തി. അന്ന് അവിടെ ജോലിക്ക് കയറിയ സ്ഥാപനത്തിൽ നിന്ന് മോഷണത്തിന് പിടികൂടിയതോടുകൂടി പ്രശ്നങ്ങൾക്ക് തുടക്കമായി. പിന്നീട് ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം നാട്ടിലേക്ക് മടങ്ങി. ഇതിന് പിന്നാലെ ദാമ്പത്യ ജീവിതത്തിൽ ചില പൊട്ടിത്തെറികളും ഉണ്ടായി. അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഓർക്കുട്ടിലൂടെയാണ് ബാസിത്ത് അലിയെ ഷെറിൻ പരിചയപ്പെട്ടത്. മൊബൈൽ കൂടി ലഭിച്ചതോടുകൂടി ഷെറിന്റെ പുരുഷ സൗഹൃദം വലിയ രീതിയിൽ മാറിയിരുന്നു. അങ്ങനെ പരിചയപ്പെടുന്നവർ വീട്ടിലേക്ക് എത്തി. ഒരേ സമയത്ത് 1-ലധികം പേർ ഷെറിനെ കാണാൻ വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് പുറത്തുവന്ന വിവരം. പുരുഷ സൗഹൃദങ്ങളുടെ വരവ് ഭാസ്കർ കാർണവർ കണ്ടതോടുകൂടി അവരുടെ സന്ദർശനം കാർണവരുടെ മുന്നിലൂടെയുമായി. ഇതോടെ ഷെറിന് തന്റെ വസ്തുവിലുള്ള അവകാശം ഒഴിവാക്കി വിൽപത്രം എഴുതി. കാർണവരിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായം കൂടി നിന്നതോടുകൂടി പലരിൽ നിന്നായി ഷെറിൻ പണം കടം വാങ്ങാൻ തുടങ്ങി. ഈ കടങ്ങളെല്ലാം കാർണവർ തന്നെ വീട്ടേണ്ടി വന്നു. സ്വത്തിൽ നിന്നും ഒഴിവാക്കിയ പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് കേസ്. 1ഉം 2ഉം പ്രതികളും അവരുടെ സുഹൃത്തുക്കളായ ഷാനു, റഷീദ്, നിതിൻ എന്നിവർക്കുമൊപ്പമാണ് കാർണവരെ വധിക്കുന്നത്. വീട്ടിലുണ്ടായിരുന്ന നായ്ക്കൾ കുരയ്ക്കാതിരിക്കാൻ അവയ്ക്ക് മയക്കുമരുന്ന് നൽകിയിരുന്നു. ഭാസ്കര കാർണവരുടെ സ്വത്തിൽ ഷെറിന് കൂടി അവകാശമുണ്ടായിരുന്ന ധനനിശ്ചയാധാരം കാർണവർ റദ്ദു ചെയ്തതിലെ പകയും ബാസിത്ത് അലിയുമായി ഒരുമിച്ച് ജീവിക്കുന്നതുമാണ് പ്രതികൾ കൃത്യം നടത്തിയത് എന്നുമാണ് പ്രോസിക്യൂഷൻ കേസിൽ പറയുന്നത്. സംഭവം നടന്ന് 7-ാം മാസം കേസിൽ കോടതി വിധി പറയുന്നു. 1-ാം പ്രതി ഷെറിന് വിവിധ വകുപ്പുകളിലായി 3 ജീവപര്യന്തവും 85,000 രൂപ പിഴയുമാണ് മാവേലിക്കര അഡീഷണൽ സെക്ഷൻസ് കോടതി ശിക്ഷയിൽ വിധിച്ചത്. 2 മുതൽ 4 വരെ പ്രതികളായ കുറിച്ചി ബാസിത്ത് അലി, കളമശ്ശേരി നിധിൻ, അതുപോലെ തന്നെ കൊച്ചി, ഏലൂർ, ഷാനു, റഷീദ് എന്നിവർക്ക് വിവിധ വകുപ്പുകളിലായി 2 ജീവപര്യന്തവും 80,000 രൂപ പിഴയും വിധിച്ചു. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല. പ്രതികൾ മുൻപ് ക്രിമിനൽ കൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല, മക്കളുണ്ട്, ചെറുപ്പക്കാരാണ് തുടങ്ങിയ കാരണങ്ങളാലൊക്കെ തന്നെ പ്രതികൾക്ക് വധശിക്ഷ പരിഗണിക്കാതിരുന്നു എന്ന് കോടതി അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. 2007-ൽ ഭാര്യ അന്നമ്മയുടെ മരണത്തോടെ ഭാസ്കർ കാർണവർ നാട്ടിലേക്ക് മടങ്ങി. ചെറിയനാട്ടെ വീട്ടിലെത്തിയതിന് പിന്നാലെയാണ് മരുമകളുടെ യഥാർത്ഥ മുഖം അദ്ദേഹത്തിന് പിടികിട്ടിയത്. മരുമകളുടെ വഴിവിട്ട ബന്ധങ്ങൾക്കും
മകന്റെ നിസ്സഹായതയ്ക്കും അദ്ദേഹം സാക്ഷിയായി. ഷെറിനെ വിശ്വസിച്ച ഭർത്താവ് ബിനു പീറ്റർ വീടിന്റെ മുകൾ നിലയിലായിരുന്നു കിടന്നിരുന്നത്. ഷെറിൻ താഴ്ന്ന നിലയിലെ മുറിയിലും. അന്നത്തെ സാമൂഹിക മാധ്യമമായ ഓർക്കുട്ട് വഴി പലരുമായി ഷെറിന് സൗഹൃദമുണ്ടായിരുന്നു. ഭാസ്കര കാർണവരുടെ സാന്നിധ്യത്തിലടക്കം ഇത്തരത്തിൽ ഷെറിന്റെ പല സൗഹൃദങ്ങളും കാർണവേഴ്സ് വില്ലയിൽ എത്തിയിരുന്നു. ഇതോടെ ഭാസ്കര കാർണവർ തന്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് വിവരങ്ങളെല്ലാം പങ്കുവച്ചു. ഒടുവിൽ ഇദ്ദേഹവുമായി മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും ഭാസ്കര കാർണവരുടെ മുഖത്തടിച്ചാണ് ഷെറിൻ അരിശം തീർത്തത്. ഷെറിനെ വേഗം കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് നല്ലത് എന്ന് ഇതോടെ കാർണവർക്ക് ബോധ്യമായി. ആദ്യപടിയായി തന്റെ വസ്തുവിൽ നിന്ന് ഷെറിനുണ്ടായിരുന്ന എല്ലാ അവകാശവും ഒഴിവാക്കി പുതിയ ധനനിശ്ചയാധികാരം ഉണ്ടാക്കി. നാട്ടിലെത്തിയതിന് പിന്നാലെ പണം ദൂർത്തടിക്കുകയായിരുന്നു ചെയ്തത് എന്ന് വ്യക്തമായി ഇയാൾക്ക് മനസ്സിലായി. പക്ഷേ ഇതിനെല്ലാത്തിനും ഒടുവിൽ ഭാസ്കര പൊതുവാളിനെ വധിക്കുകയായിരുന്നു അവർ ചെയ്തത്. ഷെറിൻ അസാധാരണ ശേഷിയുള്ള കുറ്റവാളിയാണെന്ന് എല്ലാവരും സമ്മതിക്കും. കോടതി പോലും ഇവർക്ക് അർഹത വധശിക്ഷയായിരുന്നുവെന്ന് പറഞ്ഞിരുന്നു. പ്രായം കണക്കിലെടുത്താണ് വധശിക്ഷ വിധിക്കാത്തത് എന്നും കോടതി പറഞ്ഞിരുന്നു. എന്നാൽ അതിന്റെ നേട്ടം ഇപ്പോഴാണ് ഷെറിൻ അനുഭവിക്കുന്നത്. കാരണവർക്ക് ഇല്ലാതിരുന്ന സൗഹൃദ വലയമാണ് ഷെറിൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഷെറിനെ സഹായിക്കാൻ ജയിലിന് പുറത്തും സുശക്തമായ ഒരു സംവിധാനമുണ്ട്. പട്ടി ചത്താൽ പോലും പ്രതികരിക്കുന്ന നേതാക്കൾ ആരും ഷെറിനെ എതിർത്ത് രംഗത്ത് വന്നില്ല. മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പഠിച്ചു പറയാമെന്ന് പ്രതിപക്ഷ നേതാക്കൾ പ്രതികരിച്ചു. ഷെറിനെതിരെ പ്രതികരിക്കാനുള്ള ധൈര്യം ഇവർക്കില്ല എന്ന് വേണം കരുതാൻ.